കാഞ്ചിയാറിൽ 10ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താത്തതിൽ നാട്ടുകാർ ആശങ്കയിൽ. കഴിഞ്ഞ ഡിസംബറിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. പ്രതികളെ സംബന്ധിച്ച് പോലീസിന് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. കാഞ്ചിയാർ മേഖലയിൽ നടന്ന വ്യാപക മോഷണത്തിലെ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് വ്യാപാരികളെ വലിയ തോതിലാണ് ആശങ്കയിൽ ആഴ്ത്തിയിട്ടുള്ളത്. 10ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഒരു ദിവസം തന്നെ മോഷണം നടന്നത്. മോഷണം നടന്നിപ്പോൾ 4 മാസം കഴിഞ്ഞെങ്കിലും പ്രതികളെ സംബന്ധിച്ച് യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. അക്ഷയ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 70,000 രൂപയാണ് അന്ന് നഷ്ടമായത്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പണവും സാധനങ്ങളും ഇതുപോലെ മോഷ്ടിക്കപ്പെട്ടു. മോഷണത്തെ തുടർന്ന് പോലീസ്, ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവരെല്ലാം എത്തി സ്ഥലപരിശോധന നടത്തി. സ്ഥാപന ഉടമകളെ പലവട്ടം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതുവരെ പ്രതികളെ സംബന്ധിച്ച് യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. ഡിസംബർ 21-ാം തീയതി ലബക്കടയിൽ വ്യാപകമായ ഒരു മോഷണം നടത്തിയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇവിടെ വന്ന് അന്വേഷണവും മറ്റുള്ള കാര്യങ്ങൾ നടത്തി. പോലീസ് മാത്രമല്ല, ഡോഗ് സ്ക്വാഡ്, അതുപോലൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധന്മാർ, ഇങ്ങനെയുള്ള നിരവധിയായ ആൾക്കാർ ഇവിടെ വന്ന് അന്വേഷണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടത്തി പോയതാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ലബക്കടയിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ ഒരേ രീതിയിൽ തന്നെയുള്ള മോഷണം നടത്തിയുണ്ടായി. പക്ഷെങ്കിൽ ഇത്രയുമായിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളും കട്ടപ്പന പോലീസ് സ്റ്റേഷൻ വിളിച്ച് ചോദിച്ചു, ലബക്കടയിലെ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പുരോഗതി എവിടം വരെ ആയി എന്ന് സിഐയോട് വിളിച്ച് ചോദിച്ചപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്തായെന്ന് പറഞ്ഞാൽ ഈ 4 മാസമായിട്ടും ഒരുവിധത്തിലുള്ള പുരോഗതിയോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയോ പ്രതികളെ പിടിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഊർജ്ജസ്വലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു നിഷ്ക്രിയ മനോഭാവമാണോ പോലീസ് വെച്ച് പുലർത്തുന്നത് എന്ന് വ്യാപാരികളായി ഞങ്ങൾക്ക് സംശയമുണ്ട്. രാത്രികാലങ്ങളിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തുമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും പട്രോളിംഗും ആരംഭിച്ചിട്ടില്ല. പ്രതികൾ സ്വൈര്യമായി വിഹരിക്കുന്നത് വ്യാപാരികളെ വലിയ തോതിലാണ് ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളത്.